ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റിന് നിർണായക വിജയം. ട്രംപിന്റെ യുദ്ധാധികാരങ്ങൾ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് ഡെമോക്രാറ്റുകൾ സെനറ്റിൽ കൊണ്ടുവന്ന വാർ പവേഴ്സ് പ്രമേയം സെനറ്റിൽ പരാജയപ്പെട്ടു. ഇതോടുകൂടി കോൺഗ്രസിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ തന്നെ ഇറാനെതിരെ സൈനിക നടപടികളുമായി മുന്നോട്ടു പോവാൻ ട്രംപിന് സാധിക്കും. 100 അംഗങ്ങൾ സെനറ്റിൽ 53 പേർ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തതോടുകൂടിയാണ് ട്രംപിന്റെ മേൽ യുദ്ധാധികാരങ്ങൾ നിയന്ത്രിക്കാനുള്ള നീക്കം പാളിയത്. 47 പേർ മാത്രമാണ് പ്രമേയത്തെ അനുകൂലിച്ചത്. അതേസമയം തുർക്കിക്ക് മുകളിൽ ഇറാനിയൻ മിസൈൽ നാറ്റോ വെടിവെച്ചിട്ടത് പശ്ചിമേഷ്യ ഒരു ആഗോള യുദ്ധത്തിന്റെ വക്കീലെത്തിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഭരണകൂടത്തിനുള്ളിൽ നിന്ന് തന്നെ അസ്വസ്ഥതകൾ പുകയുന്ന കാഴ്ചയാണ് അമേരിക്കയിൽ കാണുന്നത്. ട്രംപിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ മാഗ പ്രസ്ഥാനത്തിനുള്ളിൽ യുദ്ധത്തെ ചൊല്ലി വലിയ ഭിന്നത രൂക്ഷമാണ്. ട്രംപിന്റെ വിശ്വസ്തരും തീവ്ര വലതുപക്ഷ പ്രചാരകരുമായ കാൾസൺ, കെല്ലി, വാൾസ് എന്നിവർ വലിയ വിമർശനങ്ങളുമായി പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ട്രംപ് യുദ്ധത്തിന് ഇറങ്ങിയതെന്നും ഇത് വെറുപ്പുളവാക്കുന്നതാണെന്നും തീരുമാനങ്ങൾ എടുക്കുന്നത് അമേരിക്കയല്ല മറിച്ച് ബെഞ്ചമിൻ നെതന്യാഹു ആണ് എന്നും കാൾസൺ കുറ്റപ്പെടുത്തി. അമേരിക്കൻ സൈനികർ ഇറാനോ ഇസ്രായേലിനോ വേണ്ടി മരിക്കേണ്ട കാര്യമില്ലെന്ന് കെല്ലിയും വിമർശിക്കുന്നുണ്ട്. യുദ്ധം കുറഞ്ഞത് 8 ആഴ്ചയെങ്കിലും നീണ്ടു നിൽക്കുമെന്നാണ് US പ്രതിരോധ സെക്രട്ടറി പിറ്റ് ഹെക്സത്തിന്റെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ കൃത്യമായൊരു എക്സിറ്റ് പ്ലാൻ ഇല്ലാതെ യുദ്ധത്തിലേക്ക് ചാടിയത് അമേരിക്കൻ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന വിമർശനവും രാജ്യത്തുടനീളം ശക്തമാകുന്നുണ്ട്. മേഖലയിലെ സംഘർഷം ഇപ്പോൾ അയൽ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. തുർക്കിയുടെ വ്യോമാതിർത്തി ലംഘിച്ച് ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ നാറ്റോ സഖ്യസേന തകർത്തിരുന്നു. നാറ്റോ അംഗമായ തുർക്കിക്ക് നേരെയുണ്ടായ ഈ മിസൈൽ ആക്രമണം നാറ്റോ സഖ്യത്തെ നേരിട്ട് യുദ്ധത്തിലേക്ക് വലിച്ചേക്കുമോ എന്ന ആശങ്ക വർദ്ധിച്ചു വരുന്നുണ്ട്. ട്രംപിന്റെ ഈ വിജയം ട്രംപിന് താൽക്കാലികമായി രാഷ്ട്രീയ മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിലും അമേരിക്കൻ ജനതയ്ക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ ഭരണകൂടത്തിന് അവഗണിക്കാനാവില്ല. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുന്ന ട്രംപ് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയാണ് യുദ്ധം നയിക്കുന്നത് എന്ന ആക്ഷേപം മാഗ പ്രസ്ഥാനത്തിനുള്ളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഈ ഭിന്നതകൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്.